എല്ലാവർക്കും വന്ദനം. ഓരോ ആഴ്ചകളും പുതുതാക്കാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഓരോ ദിവസവും പുതുമയുടെ ദിവസമാണ്. നമ്മൾ മുകളിലേക്ക് നീലാകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ദിവസം വന്ന ഡിസൈൻ അല്ല അടുത്ത ദിവസം. നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കൽ കണ്ട ഡിസൈൻ ആകാശത്ത് പിന്നെ കാണില്ല. ഓരോ തിരമാലകളും അങ്ങനെയാണ്. ഒരിക്കൽ വന്ന തിരമാലയല്ല പിന്നെ വരുന്നത്. ഒരു നദി ഒഴുകുമ്പോൾ ഒരിക്കൽ ഒഴുകിയ നദിയല്ല പിന്നെ ഒഴുകുന്നത്. എല്ലാം പുതിയതാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് സകലതും പുതുതാക്കി തീർക്കുന്നു. മാത്രമല്ല, അവൻ സകലതും പുതുതാക്കുന്ന ദൈവമാണ്. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ എല്ലാം പുതിയതാക്കി മാറ്റി. ഇതുപോലെ പുതുമകൾ കാണാൻ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ചാൽ മതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് ഇവിടെ ചർച്ചിൽ മാളികമുറിയിൽ ആലപ്പുഴ പ്രൈസ് ജനറേഷനിൽ 8 മണിക്കൂർ പ്രാർത്ഥന നടക്കുകയാണ്. 9 മണിക്ക് ആരംഭിക്കും, വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഈ 8 മണിക്കൂർ, അതിൽ നിന്ന് 1 മണിക്കൂർ മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഈ 8 മണിക്കൂർ കൊണ്ട് എന്തോ എൻ്റെ ജീവിതത്തിലും കൂടി വരുന്നവരുടെ ജീവിതത്തിലും ദൈവം ചെയ്യുകയാണ്. ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, ദൈവം കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു മർമ്മം ദൈവസഭയ്ക്ക് തുറന്നു തന്ന ദൈവത്തിന് സ്തോത്രം. പലരും എന്നോട് ചോദിച്ചു, ആ 8 മണിക്കൂർ മീറ്റിംഗ് ലൈവായിട്ടുണ്ടോ, എനിക്കതിൽ കയറാമോ? ആ മീറ്റിംഗ് ലൈവായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അതിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികളും ദൈവശക്തിയും വന്ന് ജനങ്ങൾ തെറിച്ച് താഴെ വീഴും. കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രവചിക്കുന്നു. ഇത് ആരംഭ സമയമായതുകൊണ്ട് അവർക്ക് വളരെ ഫ്രീഡത്തിൽ അത് ചെയ്യാൻ ഒരവസരം കൂടി, അവർക്ക് വളരാനുള്ളൊരു അവസരം കൂടിയാണ്. ഒരു ക്യാമറ അതിനകത്തുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആരെങ്കിലും വെളിപ്പാട് കണ്ടോ എന്ന് ചോദിച്ചാൽ അവരൊന്നും പറയില്ല. അവർ പ്രവചിക്കാൻ മടിക്കും, പ്രസംഗിക്കാൻ മടിക്കും. അയ്യോ, ഒത്തിരി പേര് കാണുന്നതല്ലേ, അത് പല രാജ്യത്ത് എത്തില്ലേ. അപ്പോൾ ഒരു കണക്കിനാണ് ഇവരെയൊക്കെ ഒന്ന് പറയിപ്പിച്ച് പൊക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത് ലൈവായിട്ട് വിടാൻ പറ്റില്ല. മാത്രമല്ല, പല കാര്യങ്ങളും ലൈവായിട്ട് കണ്ടാൽ അതിനെ വിമർശിക്കാൻ തോന്നും. കാരണം സാന്നിധ്യത്തിൽ ഇരുന്നല്ലല്ലോ കാണുന്നത്, വീട്ടിലിരുന്നല്ലേ. ഇവിടെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ഈ വെള്ളത്തിൽ നീന്തുന്നവരും കരയിൽ നിന്ന് കാണുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. വെള്ളത്തിൽ നീന്തുന്നവർക്കൊരു വികാരമുണ്ട്, അതൊരു ആനന്ദമാണ്. കരയിൽ നിൽക്കുന്നവർക്ക് ഈ വെള്ളത്തിൽ കിടന്ന് എന്താ കാണിക്കുന്നതെന്ന് അവർക്ക് തോന്നും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇത് ആത്മനദിയിലുള്ള നീന്തലാണ്. അലമുറയിടും, തുള്ളിച്ചാടും, വ്യത്യസ്തമായി ഡാൻസ് കളിക്കും. ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ ഉണ്ട്. അപ്പോൾ ഉണർവ് വരുമ്പോൾ ഇതെല്ലാം വരും. ആത്മപൂർണൻ ഒരു ഭ്രാന്തനെ പോലെ എന്നാണ്. അപ്പോൾ മനുഷ്യർ ഭോഷന്മാരായിട്ട് ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവം അവർക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്തതും ഭോഷന്മാരെയാണ്. ദൈവസന്നിധിയിൽ വന്ന് ജ്ഞാനിയെ പോലെ നിൽക്കരുത്. ദൈവസന്നിധി ഒരു ഭോഷനാണെന്ന് തന്നെ തന്നെത്താൻ താഴ്ത്തി നിന്നാൽ മതി. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയുടെ നദി ഒഴുകുന്നത്. നമുക്ക് വിശ്വസിക്കാം, അസാധാരണ ദൈവപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. 8 മണിക്കൂർ മീറ്റിംഗ് നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിയില്ലെങ്കിലും താല്പര്യമുള്ളവർക്ക് വരാം. അതിൻ്റെ അനുഗ്രഹങ്ങൾ പറ്റിക്കൊണ്ട് പോകാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യട്ടെ. ഇന്ന് ഒരുമിച്ച് നമുക്ക് യേശുവിനെ ആരാധിക്കാം. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ, തൻ വഴിയെ പിൻഗമിച്ചാൽ ആനന്ദം നിത്യമാകും. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ,
ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേക്കിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേക്കിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഇന്ന് ഒരുമിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് എബ്രായലേഖനം 12:3 വാക്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, ജീവിതത്തിൽ മടുക്കാത്ത യേശുവിനെ
ധ്യാനിക്കണം. യേശു നമുക്ക് പലതിലും എന്നല്ല എല്ലാ കാര്യത്തിലും ഒരു മോഡലാണ്. നമുക്ക് ദൈവം ഒരു ഉത്സാഹം തന്നിട്ടുണ്ട്. ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ, ദൈവത്തെ പുകഴ്ത്തുവാൻ, ദൈവവേലക്ക് കൊടുക്കാൻ. ഈ ഒരു ഉത്സാഹം ദൈവം നമുക്ക് തന്ന ദാനമാണ്. അതുകൊണ്ട് ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിനെ സേവിക്കണമെന്നാണ്. അപ്പോൾ ഉത്സാഹത്തിൽ എന്തുവരും? മടുപ്പ് വരും. ആരാധനയിൽ മടുപ്പ് വരും. പ്രാർത്ഥനയിൽ മടുപ്പ് വരും. എവിടെയാ വരുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിപ്പീൻ. അപ്പോൾ യേശു സകല സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളെ നേരിട്ടു. എന്താണ്? യേശുവിനെ മടുപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തിൽ മടുപ്പിക്കാൻ, അഭിഷേകത്തിൽ മടുപ്പിക്കാൻ, ശുശ്രൂഷയിൽ മടുപ്പിക്കുവാൻ, ലക്ഷ്യത്തിൽ മടുപ്പിക്കാൻ പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ മടുപ്പെന്നുള്ളത് പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അടവാണ്. നിനക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് ഇപ്പോൾ പ്രായം ഇത്രയായതുകൊണ്ട് ഇനി നിനക്കൊരു ജോലി കിട്ടില്ല, നിനക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് ഇനി അധികം നാൾ മുന്നോട്ടില്ല. എല്ലാ നിലയിലും നമ്മെ മടുപ്പിക്കുന്ന ഒരു ശക്തി തന്നെയുണ്ട്. എന്നാൽ ആ ശക്തിയെ അതിജീവിക്കുന്ന ഉത്സാഹത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മടുത്ത് ക്ഷീണിച്ച് പിന്മാറിപ്പോയവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം എരിവുള്ളവരും തീഷ്ണതയുള്ളവരുമായി ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്തു. പിന്നീട് അവർ മടുക്കുന്നതായിട്ട് കാണുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത നമ്മുടെ മടുപ്പിനെ എടുത്തു കളയും. ഇന്ന് ആരെങ്കിലും ജീവിതത്തിൽ മടുത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ആത്മാവുമായിട്ട്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടാണ്. പരിശുദ്ധാത്മാവുമായി കണക്റ്റ് ആയാൽ പിന്നെ നിനക്ക് ഉത്സാഹമാണ്. എല്ലാ കാര്യത്തിലും കർത്താവ് നമുക്ക് തരുന്നത് ഉത്സാഹമാണ്. ഒരു ജോലിയിൽ ഉത്സാഹമുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തി വലിയ ഒരു മനുഷ്യനായി മാറും. വിദ്യാഭ്യാസത്തിൽ ഉത്സാഹമുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരാണെന്ന് എന്നോട് പറ, അവരാരാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു വീട്ടമ്മ ഒരു മടിച്ചിയാണെങ്കിൽ, അയ്യോ ആ വീട് ആന കരിമ്പൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലത്തെ വീടായിരിക്കും. പാത്രം കഴുകത്തില്ല, അടുക്കള മുഴുവനും ഡിസോർഡർ ആയിരിക്കും, വീട് വൃത്തിയല്ല, ബെഡ്റൂം പോലും വൃത്തിയല്ല, ബാത്റൂം വൃത്തിയല്ല. കാരണം ഉത്സാഹമില്ലാത്ത ഒരു വീട്ടമ്മയും അതുപോലെ മറ്റുള്ളവരും. അപ്പോൾ ഉത്സാഹയുടെ കൈ സമ്പത്തുണ്ടാക്കും. എന്നാൽ മടുപ്പിൻ്റെ ഒരു ഭാഗമാണ് മടി. മടുപ്പ് വരുമ്പോഴാണ് മടിയുണ്ടാകുന്നത്. അപ്പം മടിയൻ മുടിയൻ്റെ ചേട്ടനാണെന്നാണ് എൻ്റെ പാസ്റ്റർ പറഞ്ഞത്. മടിയൻ മുടിയൻ്റെ ചേട്ടൻ. മടി എങ്ങനെ ഉണ്ടാകുന്നത്? മടുപ്പ് വരുമ്പോൾ. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ചർച്ചിൽ വരുന്നില്ല, ഇനി ഞാൻ ആ ജോലിയിൽ താല്പര്യമില്ല, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല, ആ പേപ്പർ ഇനി ഞാൻ എഴുതുന്നില്ല, എനിക്ക് ആ പേപ്പർ കിട്ടണ്ട. മടുപ്പ്. എന്നാൽ ചിലരുണ്ട് തോൽവിയെ തോൽപ്പിച്ച് കളയും. എത്ര തോറ്റാലും ആ തോൽവിയെ പിന്നത്തേതിൽ അവർ ജയിക്കും. തോൽവിയെ തോൽപ്പിക്കുന്നവരുണ്ട്. ആത്മാവിൽ എരിവുള്ളവർ, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവർ. അതെ, അങ്ങനെയായിരിക്കണം. യേശു കർത്താവിൻ്റെ ചരിത്രം അതാണ്. യേശു എങ്ങും മടുക്കുന്നില്ല. യേശുവിനെ മടുപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നാമതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് അതിൻ്റെ 1-ാം വാക്യത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. യേശു ഒരു ഉപമ തന്നെ അതിനുവേണ്ടി പറയുകയാണ്. അനീതിയുള്ള ഒരു ന്യായാധിപൻ്റെ അടുക്കൽ നിന്ന് ഒരു വിധവ അവളുടെ അവകാശം സ്വന്തമാക്കി. ന്യായാധിപൻ പറയുന്നൊരു വാക്ക്, എനിക്ക് ദൈവത്തെ പേടിയില്ല, എനിക്ക് മനുഷ്യനെയും പേടിയില്ല, എന്നാൽ എനിക്ക് ഇവളെ പേടിയാണ്. കാരണം ഇവൾ ദിനംതോറും വന്ന്
എന്നെ ശല്യപ്പെടുത്തുകയാണ്. അവൾക്ക് കിട്ടേണ്ടത് അവൾ വാങ്ങിച്ചിരിക്കും. അവളുടെ സ്വഭാവം അതാണ്. അവൾക്ക് ഉത്സാഹമാണ്. അവളുടെ നന്മ സ്വന്തമാക്കാൻ അവൾ മടുക്കുന്നില്ല. മടുപ്പെന്നുള്ളത് അവളെ തൊടുന്നില്ല. ഇന്ന് പ്രാർത്ഥനയിൽ മടുത്തുപോയ നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഒരു കാലത്ത്, ഇറങ്ങിയ കാലത്ത് എന്തൊരു ഉത്സാഹമായിരുന്നു. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് പ്രാർത്ഥന ഒരു കണക്കിനാണ് തള്ളി നിൽക്കുന്നത്, അല്ലേ? വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കുടുംബ പ്രാർത്ഥനയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചർച്ചിലെ പ്രാർത്ഥന ഒന്ന് 10 മിനിറ്റ് പാസ്റ്റ് ലേറ്റ് ആക്കിയാൽ ഉടനെ പിറുപിറുക്കുന്നത് നിങ്ങൾക്കുണ്ടോ? ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ പിന്മാറ്റത്തിലാണ്. പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറ്റത്തിൽ. പ്രാർത്ഥനയിൽ നിന്ന് ഒരാൾ പിന്മാറ്റത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൽ നിന്ന് പിന്മാറ്റത്തിലാണ്. അതായത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനത്തിനെ ഉറച്ചു നിൽക്കാൻ കഴിയും. ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേറെ എന്തിൻ്റെ പുറകെ നടക്കുകയാണ്. ഒന്നുകിൽ ദൈവത്തോട് പറ്റിച്ചേരും, അല്ലെങ്കിൽ പണത്തോട് പറ്റിച്ചേരും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. ഒരേ സമയത്ത് ഒരാളെ സേവിക്കാനേ കഴിയും. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയൂ. ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നിട്ട് അവൻ മടുത്തില്ല. ഏലിയാവ് ജീവിതകാലം മുഴുവൻ ദൈവത്തോടു കൂടെ നടന്നിട്ട് ഏലിയാവ് മടുത്തില്ല, ഹാനോക്ക് മടുത്തില്ല. രണ്ടുപേരെയും ദൈവം എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ അർത്ഥം ഇവർ മടുപ്പില്ലാതെ ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ദൈവത്തിനും അവരെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മടുപ്പില്ല. ഇന്ന് അവർ പരദീസയിലാണ്. രണ്ടുപേരും മനുഷ്യ ശരീരത്തിൽ മരിച്ചിട്ടില്ല. അവരെ ആ ഉടലോടെ, ആ ശരീരത്തോടെ കൊണ്ടുപോയി. ദൈവത്തിന് തൻ്റെ കൂടെ നടക്കുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ യാതൊരു മടുപ്പുമില്ല. ഇന്ന് ആരെങ്കിലും മടുത്തിരിപ്പുണ്ടോ? ഏലിയാവിന് മടുക്കാനാണെങ്കിൽ ബാലിന് മടക്കാത്ത 7000 പേരുണ്ട്. അവരെ കാണാനില്ല. ഈ 7000 പേരും മടുത്തിരിക്കുകയാണ്. കാരണം ഇവരെല്ലാം ഒളിച്ചു പാർക്കുകയാണ്. ഉപദ്യാവ് തന്നെ 100 പേരെ 50-50 ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കും, രംഗത്ത് വരില്ല. അവർക്ക് തമ്മിൽ പറയാനുള്ളത് ജീവിതം മടുത്തെന്നാണ്. മടുത്തുപോയവർ. എന്നാൽ ഒരുത്തനും മടുക്കാൻ കഴിയുന്നില്ല. ഏലിയാവ് മടുപ്പെന്നുള്ളതിനെ അവൻ റിജക്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഇത് കേൾക്കുന്ന പലരും നിങ്ങളെ പിടിക്കാൻ നോക്കുന്ന മടുപ്പെന്ന അസ്വസ്ഥതയെ നിങ്ങൾ പുറന്തള്ളണം. മടുപ്പിനെ സമ്മതിക്കരുത്, മടുക്കരുത്. മടുക്കരുത് എന്നുള്ളത് വളരെ ദൈവവചനത്തിൻ്റെ ഒരു സത്യമാണ്. ആ മടുപ്പ് നമ്മെ കയറി പിടിച്ചാൽ അതൊരു തണുപ്പാണ്. തണുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? തണുപ്പ് വന്നാൽ പിന്നെ നമ്മൾ തണുപ്പിലേക്ക് നമ്മൾ പുതച്ച് അതിൽ ഒതുങ്ങി മാറും. നമ്മളെ തണുപ്പിച്ച് കളയാൻ ഒരിക്കലും നാം പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനെ കുറിച്ച് വായിക്കുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം തണുപ്പുള്ള സ്ഥലം നോക്കി നടക്കുന്നു. ഈ അശുദ്ധാത്മാവിന് എപ്പോഴും തണുപ്പുള്ള ഒരു സ്ഥലം വേണം. മടുത്തിരിക്കുന്ന ഒരു വ്യക്തി തണുത്ത വ്യക്തിയാണ്. തണുത്ത വ്യക്തിയിലേക്ക് പിശാചിന് എൻട്രി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് മടുപ്പില്ലാത്തവരുടെ പ്രത്യേകത ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി. അങ്ങനെ ദൈവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്കൊരു പിശാചിനും എത്തി നോക്കാൻ പോലും കഴിയില്ല. ആത്മാവിലെരിവ്, ഉത്സാഹത്തിൽ മടുപ്പില്ല. വളരെയധികം ഉത്സാഹമുള്ളവരായി നമുക്ക് യേശുവിനെ സേവിക്കാൻ കഴിയണം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു അങ്ങനെയായിരുന്നു. യേശുവിനെ നോക്കിയേ, പുരുഷാരം മുഴുവനും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ യേശു പകലത്തെ മുഴുവനും ശുശ്രൂഷ കഴിഞ്ഞ് അടുത്തു വന്ന എല്ലാവർക്കും വേണ്ടി കൈവച്ച് സൗഖ്യങ്ങളും വിടുതലും പകർന്ന്, കൊച്ചുകുട്ടികളെ കിട്ടിയാൽ അവരെ മാറോടണച്ച് ഈ ശുശ്രൂഷകൾക്ക് ശേഷം നേരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോവുകയാണ്. യാതൊരു മടുപ്പുമില്ല. 24 മണിക്കൂറും ഒറ്റ വാക്യം പറഞ്ഞാൽ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്തത് ഭൂമിയിൽ യേശു കർത്താവ് മാത്രമാണ്. ബാക്കി എല്ലാവരും
ചില പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഏലിയാവിനെ പോലെ മടുത്ത് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നവരാണ്. എന്നാൽ യേശുവിനെ നോക്ക്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവ്. മടുപ്പെന്ന് പറയുന്നത് ജീവിതത്തിൽ കയറി പിടിക്കാൻ, ആ തണുപ്പ് ജീവിതത്തിൽ കയറാതിരിപ്പാൻ ആത്മാവിൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശുവിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ ബലത്തിൽ ആശ്രയിക്കാം, യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. യേശു പോയിടത്തൊന്നും യേശു മടുത്തില്ല. യേശുവിനെ മടുപ്പിക്കാൻ, തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ തണുപ്പിക്കാൻ പിശാച് നോക്കി. ഈ കല്ല് അപ്പമാക്കിയാൽ നിനക്കത് കഴിക്കാമല്ലോ, നിനക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ, നിനക്ക് പ്രതാപമില്ലല്ലോ, എന്നെ വീണ് നമസ്കരിക്കുക, നിന്നെ ആരും അറിയില്ല, ഈ പള്ളിയുടെ മുകളിൽ നിന്ന് ചാട്, ദൂതന്മാർ നിന്നെ കാക്കും. അങ്ങനെ യേശുവിനെ പലതും പറഞ്ഞ് ഇവൻ കളിയാക്കുകയാണ്. ആരാണെന്ന് പിശാചിന് വ്യക്തമായിട്ട് അറിയാം. യേശു ദൈവപുത്രനാണെന്ന് അറിയാം. നീ ദൈവപുത്രൻ എങ്കിൽ, ദൈവപുത്രനെ കൊണ്ട് ദൈവപുത്രനെങ്കിൽ, യേശു അതിന് മറുപടി പറഞ്ഞ മനുഷ്യപുത്രൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഇവൻ യേശുവിന് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ അല്ലടാ മനുഷ്യപുത്രൻ. അതായത് പിശാച് യേശുവിനെ ദൈവമാക്കാൻ ശ്രമിക്കുകയാണ്. യേശു പറയണടാ ഞാൻ ദൈവമാണ്, എന്നാൽ ഇപ്പോൾ ഞാൻ മനുഷ്യനാണ്. കാരണം മനുഷ്യനായി വന്നാൽ മാത്രമേ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമുള്ളൂ. എടാ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടാ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത്, യേശുവിനെ മനുഷ്യൻ എന്ന് പറയുന്നത് പിശാചിന് പേടിയാണ്. അതുകൊണ്ട് പിശാച് എല്ലാവരോടും പറയുന്നത് യേശു വന്നിട്ടില്ല, ആ വന്ന പുള്ളി രക്ഷകൻ വന്നിട്ടില്ല, വന്നത് യേശുവല്ല. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് അടക്കിയപ്പോൾ അവൻ കുറേ ആൾക്കാരുടെ മേൽ കയറിയിട്ട് പറഞ്ഞു, ആ നീചൻ ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം, ആ നീചൻ ജീവിച്ചിരുന്നപ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞു. പിശാച് ഉടനെ വഴിയടച്ചു കളയുകയാണ് യേശു ഉയർക്കാതിരിക്കാൻ. ഇവൻ്റെ എല്ലാ ഗംഭീര്യ മുദ്രകളെയും പീലാത്തോസിൻ്റെ എല്ലാ കാവൽ പട്ടാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് യേശു പുറത്തു വന്നു. യേശുവിനറിയാം ഞാൻ പുറത്തു വരും, എന്നെ ഒരിക്കലും ആർക്കും ഒതുക്കി വെക്കാൻ കഴിയില്ല. ഇത് കേൾക്കുന്ന ഓരോ ദൈവവൈതൽ അറിയണം, നിന്റെ വില നീ അറിയണം, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അറിയണം, നിന്റെ ശക്തി നീ അറിയണം, നിന്റെ മേലുള്ള അഭിഷേകം നീ അറിയണം, നിന്നെ ദൈവം വിളിച്ചത് എന്തിനാണെന്ന് അറിയണം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായ കൃപകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ ഇത് കേൾക്കുന്നവർക്കൊരു അസാധാരണ പകർച്ചയുണ്ടാകട്ടെ. വിശ്വാസം കൊണ്ട് അരമുറുക്കണം, ദൈവപ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. പിശാചിൻ്റെ പ്രവർത്തികളെ മടുപ്പില്ലാതെ നമുക്ക് ആരാധിച്ചും പ്രാർത്ഥിച്ചും തകർത്തെറിയാം. മടുപ്പിൻ്റെ ആത്മാവിനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത്, അതിനെ പുറന്തള്ളണം. ആരും മടുത്തു പോകരുത്. യേശുവിനെ പോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി യേശു അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് ആരും പ്രാർത്ഥനയിൽ മടുക്കരുത്. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.